1919 ഹെൻറി ബോഗറും ജോർജ് ആൽഫ്രഡ് മിച്ചലും ചേർന്നാണ് മിച്ചൽ ക്യാമറ കോർപ്പറേഷൻ സ്ഥാപിക്കുന്നത്. ക്യാമറ ഡിസൈൻ ചെയ്യുന്നത് ജോൺ ഇ ലിയണാർഡ് ആണ്. 1920 മുതൽ ഈ ക്യാമറ മിച്ചൽ സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്നു. ഇപ്പം ഈ ക്യാമറയിൽ വേറെ ഒരുപാട് സ്പെഷ്യൽ എഫക്ട്സ് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ക്യാമറയിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അതിനൊക്കെ ഗ്രാഫിക്സും അങ്ങനെയുള്ള സപ്പോർട്ടും വന്നു. പക്ഷേ ഇത് ആ കാലത്ത് ഡിസോൾവ്സ് എന്ന് പറയും. ഒരു രംഗത്ത് ഒരു ഷോട്ടിൽ നിന്നും മറ്റൊരു ഷോട്ടിലേക്ക് ഡിസോൾവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സോങ്ങുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു സങ്കേതമാണ് അത്. ഇത് ഈ ക്യാമറയിൽ തന്നെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഈ നോബ് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്ത് നേരത്തെ നിർത്തിയ ഷോട്ട് അടുത്ത ഷോട്ടിലേക്ക് ഈ ക്യാമറയിൽ തന്നെയാണ് ഡിസോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്നത് ക്യാമറയിൽ തന്നെ ഓരോ ഫ്രെയിമായിട്ട് നമ്മുടെ കൺട്രോളിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാ ഉപയോഗിക്കുക വെച്ചാൽ ഒപ്റ്റിക്കൽ വർക്കുകളാണ്. അതായത് ഇപ്പോൾ ടൈറ്റിൽ കാർഡുകൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അപ്പോൾ ഓരോ ഫ്രെയിമായിട്ടാണ് അത് എക്സ്പോസ് ചെയ്യുക. അതും ഈ ക്യാമറയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ലാബിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചെയ്യുന്ന സ്റ്റുഡിയോസിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത് അന്ന് ഈ ക്യാമറാമാൻ എന്ന് പറയുന്ന ആളും ഈ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ആണ് ഈ ഓരോ കാര്യങ്ങളും ക്യാമറയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്തു നിന്നാണ് ഇന്നത്തെ എല്ലാവിധ ക്രിയേറ്റീവ് ഫ്രീഡമുള്ള ക്യാമറകളിലേക്ക് സിനിമ നടന്നു പോയത്. ഇതൊരു മുത്തശ്ശൻ ക്യാമറയാണ്. ഈ ക്യാമറ എന്ന് പറയുന്നത് സിനിമ വിദ്യാർത്ഥികൾ ഇതിൽ തൊട്ട് നമസ്കരിച്ചിട്ട് തുടങ്ങണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രത്യേകതകളുള്ള ക്യാമറയാണ്.